ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ കേട്ടോ. ഇത് ഇത്രയും ബീഫും പപ്പടം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പപ്പടം വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ബീഫ്, അത് ഉപ്പും മഞ്ഞളും മുളകും ഇഞ്ചിയൊക്കെ ഇട്ട് വേവിച്ച ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് ക്രഷ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി ഉടച്ച് ഈ ഫോർക്ക് കൊണ്ട് ഉടച്ച് വെച്ചതാണ് കേട്ടോ. ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് ഒരു സവോള, ഇഞ്ചി ഇട്ടാണ്, എന്നാലും ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, വേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടേക്കുന്നതാണ്, എന്നാലും ഈ ഉരുളക്കിഴങ്ങിലും സവോളയിലേക്കൊക്കെ കൂടാനുള്ള ഉപ്പ്. ഒരു 1/2 ടീസ്പൂണ് മസാല. വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടേക്കുന്നുണ്ട്, എന്നാലും ചതച്ച മുളകാണ് കേട്ടത്. ഈ ക്രഷ് ചെയ്തേക്കണ ബീഫും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നത് മിക്സ് ചെയ്തെടുക്കും. ഇതുപോലെയാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തേക്കണം. അതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് ബോളാക്കാം, എന്നിട്ട് കയ്യിൽ വെച്ചൊന്ന് പതുക്കെ പ്രസ് ചെയ്യാം. ഇതുപോലെയാണ് ചെയ്യുന്നത്. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കും. ഇത്രയുള്ള പപ്പടമാണ്. അതൊന്ന് മടക്കിയിട്ട് ഒന്ന് സൈഡൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതുപോലത്തെ ഷേപ്പാവും. അത് ഓരോന്നും എടുത്ത് ആദ്യം തന്നെ ഇങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക, ഇതുപോലെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ച് കൊടുക്കണം കേട്ടോ. വിചാരിക്കും ഇതെന്തത്. ഇങ്ങനെ ഇതൊരു പീസ് എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ കൊടുക്കുക, ഇതിങ്ങനെ കൊടുക്കുക. ഒന്ന് കയറ്റിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി വലിപ്പം കൂടിപ്പോയി ഞാൻ ഉണ്ടാക്കിയ ബീഫിൻ്റെ കൂട്ട്. ഇത്തിരിയും കൂടി ചെറുതാക്കി എടുക്കാം. അത് ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മൈദ ആണ് കേട്ടോ. അത് ഒരു പൊട്ട് മൈദ എടുത്തിട്ട് ഞാൻ മുട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതായിട്ട് വെളിച്ചെണ്ണയിൽ പൊരിക്കാനുള്ളതാണ്. അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ ഒന്നൊട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെയെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ. നിങ്ങളുടെ സൗകര്യാർത്ഥം വലിപ്പമോ ചെറുതോ എങ്ങനെയും ആക്കാട്ടോ. ഒരുപാട് വലിപ്പത്തിലാക്കുമ്പോൾ മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ചെറുതാക്കാൻ നല്ലത്. പപ്പടം പപ്സ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. അടിപൊളി. ഇത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. പപ്പടം കൊണ്ടുള്ള പലഹാരം ഉണ്ടാക്കാനായിട്ട്, പൊരിച്ച് എടുക്കാനായിട്ട് ഒരു കടായി വെച്ച് അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് തിളച്ചിട്ട് തീ കുറച്ചിട്ടിട്ട് മരിച്ചെടുക്കും. ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ.
ഞാൻ ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് തീ കുറയ്ക്കും. കുറയ്ക്കുക നല്ലത്, പെട്ടെന്ന് പപ്പടം ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഉള്ളിലുള്ള കൂട്ടുകളൊക്കെ വെന്തതായതുകൊണ്ട് കുഴപ്പമില്ല. തീ കുറച്ചിട്ട് മരിച്ചെടുക്കും. പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും. അടിപൊളി പപ്പടം പപ്സ് എന്ന് തന്നെ പറയാം ഇതിന്. എന്താ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഉള്ളിലുള്ള സാധനങ്ങൾ വേവിച്ചു എല്ലാം അതാണല്ലോ. ഉണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കാം. നിങ്ങൾ ചെയ്ത് നോക്കാം, ഇഷ്ടപ്പെടുമെന്ന് അറിയാമല്ലോ. ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയുള്ളതും കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ. പപ്പടം കൊണ്ടുള്ള പുതുപുത്തൻ പലഹാരം, 4 മണി പലഹാരം ആണ് ഇതിനെ. പപ്പടം ബീഫ് പപ്സ് എന്നും പറയാം. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എനിക്ക് എൻ്റെ ഈ റെസിപ്പികൾ കാണുന്നവർ ലൈക്ക് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ. എൻ്റെ കാണലും ലൈക്ക് ചെയ്യലൊക്കെ കുറവാണ്. എൻ്റെ റെസിപ്പികൾ ഞാൻ ഒരുപാട് ഷോർട്സിൽ ഇടുന്നുണ്ട്, അതും കൂടി കാണാനുള്ള മനസ്സ് കാണിക്കുന്നത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെല്ലാവർക്കും നന്ദി.